ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടീം സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20 ടീമിൽ ഈ വർഷം നടക്കുന്ന T20 വേൾഡ് കപ്പിൽ കളിക്കാൻ താരങ്ങൾ സന്നദ്ധത അറിയിച്ചിരുന്നു. ഈ വർഷത്തെ ആദ്യ T20 പരമ്പര അഫ്ഗാനിസ്ഥാനെതിരെയാണ് നടക്കുന്നത്. വേൾഡ് കപ്പ് മുൻനിർത്തിയുള്ള പരീക്ഷണമാണ് അഫ്ഗാനിസ്ഥാൻ സീരീസ് മുതൽ തുടങ്ങുക. പിന്നാലെ വരുന്ന IPL അതിൻ്റെ മികവും കൂടി പരിശോധിക്കുമ്പോൾ സൂപ്പർ ടീം തന്നെ തയ്യാറാവും. അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചത് ആരാധകരെ ആകെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. മികച്ച ഫോമിൽ തുടരുന്ന താരം അഫ്ഗാനിസ്ഥാനെ കണ്ടംവഴി ഓടിക്കും എന്നതിൽ പൂർണ്ണ ഉറപ്പുണ്ട്. KL രാഹുലും ശ്രേയസ് അയ്യരും ഇഷാൻ കിഷൻ എന്നിവരെ ഒഴിവാക്കിയാണ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സീനിയർ ബോളർമാരായ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും പരമ്പരയിൽ കളിക്കില്ല. ഓൾറൗണ്ടർ എന്ന നിലയിൽ ശിവൻ ദുബെയാണ് ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. രവീന്ദ്ര ജഡേജയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും പരിക്കിൻ്റെ പിടിയിലായതിനാൽ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം രോഹിത് ശർമ്മയും കോഹ്ലി ഇതുവരെ T20 ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല. തികച്ചും ഒരു യങ് ടീമാണിത്, മികച്ച ടീമാണ്. സീനിയർ താരങ്ങളെ കൊണ്ട് ടീമിൽ കുത്തി നിറയ്ക്കാതെ യങ് ടീമിനെ വേൾഡ് കപ്പിൽ ഇറക്കാമെങ്കിൽ വിജയിക്കാൻ സാധിക്കും. ധോണി ചെയ്തതുപോലെ ആദ്യ T20 വേൾഡ് കപ്പിൽ ധോണി ക്യാപ്റ്റനായിരുന്നു. ആ സമയത്ത് 2-3 സീനിയർ താരങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം യങ് ടീമായിരുന്നു. അവർക്ക് അവസരം നൽകണം. സഞ്ജുവിന് കിട്ടിയ അവസരം മുതലാക്കിയാൽ വേൾഡ് കപ്പ് ടീമിലുണ്ടാവും. പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കുകയില്ല. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20 ഫോർമാറ്റിൽ നിന്ന് ഈ വേൾഡ് കപ്പോടെ വിരമിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് കപ്പ് നേടിക്കൊടുക്കാൻ ഈ ടീമിന് സാധിക്കും. ജൂണിൽ നടക്കുന്ന T20 വേൾഡ് കപ്പിന് മുമ്പായി ഇന്ത്യ കളിക്കുന്ന ഏക T20 പരമ്പരയാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ളത്. ഈ 3 മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയാൽ ഈ ടീമിൽ നിന്നാവും വേൾഡ് കപ്പ് ടീമിലേക്കുള്ള താരങ്ങളെ തിരഞ്ഞെടുക്കുക. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.